ചായ കുടിക്കാൻ ആരെങ്കിലും ചായകൾ നടത്തുമെന്ന് ചോദിക്കുന്ന പോലെ ഗൾഫ് നാടുകളിൽ വെച്ച് കിട്ടുന്നതൊക്കെ അടിച്ച് ഫിറ്റായി തുണിയും മണിയും ഒക്കെ പറിച്ചെറിഞ്ഞ് 4-5 തറ പാർട്ടികളോടൊപ്പം ഉഡാൻസ് കളിച്ചും അലറി വിളിച്ച് പേക്കൂത്ത് നടത്തിയും തലയെണ്ണി പൈസ ചോദിച്ച് വാങ്ങിച്ച് നടക്കുന്ന സദാചരണികൾ. അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ വല്ലതും നടക്കുമെന്ന് ചോദിക്കുന്നവന്മാരെ കുറിച്ച് വച്ച് കാച്ചുന്ന കഥകൾ കേട്ടപ്പോഴാണ്. കണ്ടവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ഹിറ്റാക്കിയ ട്യൂണുകൾ ചുരണ്ടി റഹ്മാനെ പോലെ കോട്ടും സൂട്ടും ഇട്ട് പാടാൻ വരുന്നവളെയൊക്കെ കൊണ്ടാട്ടിയാക്കുകയും മടുക്കുമ്പോൾ മറ്റൊരു ഇര വന്ന് വീഴുമ്പോൾ 75 ലക്ഷം രൂപയും വീടും കാറും ഒക്കെ കൊടുക്കുകയും കോടിക്കണക്കിന് രൂപ വേണമെങ്കിൽ കൊടുക്കും. കൈയുള്ളതിനെ കളഞ്ഞ് അടുത്തതിനെ പിടിക്കും. അതിനും ചുരണ്ടി ഉണ്ടാക്കുന്ന കോടികൾ കൊടുത്ത് കെട്ടും പറ്റും തീർത്ത് അടുത്തതിനെ പിടിക്കും. ഇങ്ങനെ ഏതാണ്ട് ഗേഡ്സ് രോഗിയെ പോലെ ആയവൻ പറഞ്ഞത്രേ, കോടീശ്വരനാണ് ഞാൻ, വരുന്നോ കിടക്ക പങ്കിടാൻ എന്നൊരു അവതാരികയോട് ചോദിച്ചു. എനിക്ക് താല്പര്യമുള്ളവരോടൊപ്പമേ ഞാൻ പങ്കിടും. താങ്കളെ എനിക്ക് ആ ലെവലിൽ കാണാനാകുന്നില്ല, അതിനാൽ വരുന്നില്ല എന്ന് മുഖത്ത് നോക്കി ഈ അവതാരക പറഞ്ഞത്രേ. അപ്പോൾ അയാൾ പറഞ്ഞത്രേ, ഞാൻ എല്ലാ വാതിലിലും മുട്ടുമ്പോൾ തുറന്നാൽ ഞാൻ അങ്ങ് കയറും, അല്ലെങ്കിൽ അടുത്ത വാതിൽ നോക്കി പോകും അത്രേ. ഒന്ന് മുട്ടടാ, എനിക്ക് 50 ലക്ഷം അത്യാവശ്യം എന്ന് ചിന്തിക്കുന്നവരുള്ള നാട്ടിലാണ് ഈ തരത്തിലുള്ള തുറന്ന പറച്ചിലുകൾ ചില സത്യവാദികൾ നടത്തുന്നത്. അങ്ങനെ ഒരു നാൾ ഒരു സ്വഭാവ നടൻ രാപ്പാർക്കാൻ വന്നു. ചെറിയ കഞ്ചാവ് വലി, നല്ല മദ്യപാനം, അന്തസ്സുള്ള വ്യഭിചാരം മുതലായവയൊക്കെയുള്ള മാന്യനായ കക്ഷിയാണ് ഈ വന്നത്. എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെ ഒപ്പിക്കണം എന്ന് ചോദിക്കാൻ നമ്മുടെ സൂക്ഷിപ്പുകാരൻ ചെന്നു. കുശലമൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നൊരു അന്തിക്കൂട്ട് കിട്ടിയാൽ കൊള്ളാമെന്ന് ഈ സ്വഭാവ നടൻ അറിയിച്ചു. കസ്റ്റോഡിയൻ അങ്ങ് പോയി. സന്ധ്യയായി. കഞ്ഞി, ചുട്ട പപ്പടം, തേങ്ങ ചുട്ടരച്ച ചമ്മന്തി, മൺപയർ തോരൻ, കപ്പ പുഴുങ്ങിയത്, ഒരു പാക്കറ്റ് സിഗരറ്റ്, തീപ്പട്ടി, ഒരു കിളുന്ത് പെണ്ണ് എന്നിവ എത്തിച്ചു ഈ സൂക്ഷിപ്പുകാരൻ. ഇത് ഇന്നലത്തെ കഥയല്ല, 10-30 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നത്. ആ നടന്ന ഇതിലെ കക്ഷിയായ നടൻ തന്നെയാണ് എന്നോട് ഇത് പറഞ്ഞത്. എല്ലാം കൊള്ളാം. പെൺകൊച്ചിനെ കണ്ടപ്പോൾ നടനൊരു വൈക്ലഭ്യം. എൻ്റെ മോളാകാനുള്ള പ്രായം പോലും ആയിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷെ കസ്റ്റോഡിയൻ അങ്ങ് പോയി. മിഥുനത്തിലെ ഇന്നസെന്റിനെ പോലെ ആ പെൺകൊച്ചി ഇരിക്കുകയാണ്. ഒരു ഭാവഭേദവുമില്ല മുഖത്ത്. നടൻ ചോദിച്ചു, കഞ്ഞി എടുക്കട്ടെ? വേണ്ട സാർ. അല്ല വേണ്ട അങ്കിൾ, ഞാൻ വീട്ടിൽ നിന്ന് പൊറോട്ടയും ചിക്കനും കഴിച്ചിട്ടാണ് വന്നത്, അങ്കിൾ കഴിക്കും. അപ്പൊ പ്രിയമുള്ളവരെ, ഈ പച്ചയ്ക്ക് പറയാന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് സംഭവം, മറ്റൊന്നുമല്ല. നമ്മുടെ ഇടക്കാലത്ത് അല്ല, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലയാള സിനിമയിലെ താരങ്ങളുടെ ആവാസ കേന്ദ്രമായിരുന്ന ഒരു ലോഡ്ജും ആ ലോഡ്ജിലെ ചില കുലിസിത പ്രവൃത്തികളെക്കുറിച്ചും പച്ചയ്ക്ക് മറയില്ലാതെ ശാന്തിവിള പറയുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം കുറച്ച് ഭാഗം നിങ്ങൾ കേട്ടല്ലോ, അതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് കേൾക്കാം. അപ്പം സിനിമാ മേഖലയിൽ പണ്ടും ഇന്നുമൊക്കെ ഇങ്ങനെ തന്നെ. ഇന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ കാരവാനിലോട്ട് മാറിയെന്നേ ഉള്ളൂ. പണ്ട് ലോഡ്ജിലായിരുന്നേ, ഇപ്പോൾ കാരവാനും അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് മാറി, ഹൈടെക് ആക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ഈ സിനിമാക്കാരായി പോയതുകൊണ്ട് ഇതെല്ലാം ചെയ്യണമെന്ന അവസ്ഥയിലാണോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും നിങ്ങൾ ബാക്കി പോർഷനോട് ഒന്ന് കണ്ടു നോക്ക്. അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. അതിനോടൊപ്പം പേജിലാണ് കാണുന്നതെങ്കിൽ ആ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്കി പോർഷനോട് ഒന്ന് കാണാം, എന്നിട്ട് അവസാനിപ്പിക്കാം. ആ കുട്ടി അങ്ങ് ഉറങ്ങി. ചൈൽഡിഷ് ആയതുകൊണ്ട് അങ്ങ് ഉറങ്ങി. പക്ഷേ നടന് ഉറക്കം വരുന്നില്ല. വന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പ്രശസ്തനായ ഒരു സിനിമാ നടനായ തന്നെ കണ്ടിട്ട് ആ കുട്ടിയുടെ മുഖത്ത് ഒരു ആകാംക്ഷയുമില്ല. നിർഗുണ പരബ്രഹ്മം പോലെ ഇരിക്കുന്നു. ആദ്യം കടന്നു വന്നപ്പോൾ അയ്യോ ഇതാര് എന്ന ആകാംക്ഷ സ്വാഭാവികമായി ഉണ്ടാകേണ്ടതാണ്. ഒന്നും സംഭവിച്ചില്ല. താൻ കഞ്ഞി കുടിക്കുമ്പോഴും മദ്യം കഴിക്കുമ്പോഴും സിനിമാ നടൻ മദ്യമിക്കുമോ എന്ന ഒരു നോട്ടം പോലും ഇല്ല. TV സ്ക്രീനിൽ നോക്കിയിരുന്നു, അത്ര തന്നെ. എന്നെ ഈ കുട്ടിക്ക് അറിയില്ലേ? ഞാൻ കേരളം മുഴുവൻ അറിയപ്പെടുന്ന സ്വഭാവ നടൻ എന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത്. എന്നെ അറിയില്ലേ എന്ന് അദ്ദേഹം സംശയിച്ചു. നേരം വെളുത്തു. ഡ്യൂട്ടി കഴിഞ്ഞ് പോകാനായി കുട്ടി റെഡിയായി. കസ്റ്റോഡിയൻ പറഞ്ഞിരുന്നതിലും 1000 രൂപ കൂടുതൽ ആ കുട്ടിക്ക് കൊടുത്തു. താങ്ക്സ് എന്നോ അത് വേണ്ടെന്നോ പറഞ്ഞില്ല. ഇതിൽ അയ്യോ എന്നോട് പറഞ്ഞതിനേക്കാൾ കാശുണ്ടല്ലോ, താങ്ക്സ് എന്നും പറഞ്ഞില്ല. എനിക്ക് അധികം കാശ് വേണ്ട എന്നും പറഞ്ഞില്ല. സഹി കെട്ടപ്പോൾ ആ കുട്ടി പോകുന്നതിന് മുമ്പ് നടൻ തിരക്കി, മോൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഈ ജോലിക്ക് വരുമ്പോൾ കസ്റ്റമർ എന്തിനാ അറിയുന്നത് എന്നാവും ചിലപ്പോൾ ആ കുട്ടി ചിന്തിച്ചത്. എന്നെ അറിയില്ല എന്ന ഉത്തരം ഈ നടൻ്റെ കാറ്റഴിച്ച് വിട്ടു. എന്നെ എല്ലാവരും അറിയുമെന്ന അഹന്ത അവിടെ അതോടെ ചിതറി വീണ് പൊളിഞ്ഞു. ഞാനൊരു സിനിമാ നടനാണ്, എൻ്റെ പേര് എന്നുകൊണ്ട് അദ്ദേഹം പേര് പറഞ്ഞു. ആണോ? എനിക്ക് സിനിമയിൽ ആരെയും അറിയില്ല അങ്കിൾ, ഞങ്ങൾ സിനിമ കാണാറില്ല. അതെന്താ സിനിമ കാണാത്തത്? അച്ഛൻ പറയുന്നത് പെൺകുട്ടികൾ സിനിമ കണ്ടാൽ വഴിതെറ്റും എന്നാണ്. ആ 1-1.5 ഉത്തരം കേട്ട നടൻ അറിയാതെ തളർന്ന് കട്ടിലിരുന്ന് പോയി. സിനിമ കണ്ടാൽ മക്കൾ വഴിതെറ്റും, അതുകൊണ്ട് സിനിമ കാണണ്ട എന്നാണ് അച്ഛൻ പഠിപ്പിച്ചത്. ഈ നടനെ ഞാനിപ്പോൾ ഓർത്തു പോയത്, പിന്നെ ഷർട്ടിടാത്ത പടം അയച്ചിട്ട് നീയും അതുപോലെ ഒരു പടം അയക്കുകയെന്ന് ഒരു നടൻ പറഞ്ഞത്രേ. നടൻ സംവിധായകനാണോ നിർമ്മാതാവാണോ ഇതെല്ലാം ചേർന്നതാണോ എന്ന് പകുതി പറയുന്നില്ല. ഇവിടെ മോളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടി ആരാധന തോന്നി ഒരു അലവലാതിയെ വിളിച്ചു.
പരിചയപ്പെട്ടു. ഈ അലവലാതി പിറ്റേന്ന് ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ, പിറന്ന പടി ഇരുന്നിട്ട് ഒരു പടം എടുത്ത് മോളുടെ പ്രായം ആകാനുള്ള ആ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഒന്ന് നീയും എനിക്ക് അയച്ചു മോളെ എന്ന്. മെസ്സേജ് ഇട്ടു. ഒരു എംബോക്കിയെ, അങ്ങനെ മെസ്സേജ് ഇട്ട ഒരു എംബോക്കിയെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊരു പരാതിയായി ആ പെൺകുട്ടി പഠിച്ച കോളേജിലെ ഒരു അധ്യാപിക പടസഹിതം എനിക്ക് അയച്ചു തന്നു. സാറേ, നിങ്ങൾ സിനിമക്കാർ ഇത്ര അലവലാതികളാണ്. അതാ കണ്ടോ, മലയാളത്തിലെ നടനായ, സംവിധായകനായ, നിർമ്മാതാവായ ഒരു എംബോക്കി ആരാധന കലർന്ന ഒരു പെൺകുട്ടി വിളിച്ചപ്പോൾ അയാളുടെ മകളുടെ മകളെ പ്രായം ആകാനുള്ള അത്രയും പ്രായമുള്ള ഒരു കുട്ടിയെ പൂർണ്ണ നഗ്നനായിരുന്നൊരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് ഇതുപോലെ നിൻ്റെ ഒന്നും ഇങ്ങോട്ട് അയച്ചതാന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം സാറേ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ തന്നെ ഈ എംബോക്കിയെ ഞാൻ വിളിച്ചു. നിങ്ങളെപ്പറ്റി ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞല്ലോ, അതൊക്കെ ശാന്തി ചുമ്മാ പറഞ്ഞല്ലേ, ഞാനല്ല എൻ്റെ തെളിവുണ്ട്, ഫോട്ടോ എൻ്റെ ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ യൂട്യൂബൊക്കെ നടത്തി തെളിഞ്ഞ് നടക്കുകയാണല്ലോ. എനിക്ക് എപ്പോഴെങ്കിലും കലിപ്പ് തോന്നിയാൽ ഞാൻ ഈ ഫോട്ടോ എടുത്തങ്ങ് ഇടും എന്ന് ഞാൻ ഭീഷണിപ്പെടുത്തിയാണ്. അതിനുശേഷം ഞങ്ങൾ നല്ല ബന്ധമല്ല. ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പിടിക്കും ആളിനെ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും ഞാൻ അയാളുടെ ഇത് ചോദിച്ചു. ഇത് ചെറുത്, ഇതിലും വലുതുണ്ട് പറയാൻ. ഇവിടെ ഈ കഥയോട് ചേർന്ന് തന്നെ റിലേറ്റഡായ ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എറണാകുളത്ത് ഞാൻ മുകേഷ് നായകനായി അഭിനയിക്കുന്ന ഒരു സിനിമയിൽ വർക്ക് ചെയ്യുകയാണ്. ഒരുപാട് അഭിനേതാക്കളുള്ള സിനിമയാണ്, കോമഡിയാണ്. അവിടെ നാടകത്തിൽ നിന്നും വന്ന് സിനിമയിൽ ഭാഗ്യം തേടി പെട്ടെന്ന് പ്രശസ്തനും തിരക്കുള്ള ഒരു സ്വഭാവ നടനുണ്ട്. വില്ലനായിട്ടൊക്കെ കസറിയ ആളാണ്. എൻ്റെ നല്ല അടുപ്പക്കാരനാണ്. സിനിമാ നടനാകുന്നതിന് മുമ്പേ നാടകക്കാരനായിരുന്ന കാലത്തെ എൻ്റെ സുഹൃത്താണ്. സുഹൃത്തെന്ന് പറയാക്കില്ല, ഞാൻ ചേട്ടാന്നാണ് വിളിക്കുന്നത്. പ്രായമുണ്ട്. ആര് ചോദിച്ചാലും അവരോടൊപ്പം കിടപ്പറ പങ്കിടാൻ ഒരു മടിയുമില്ലാത്ത, ആരറിഞ്ഞാലും അതെൻ്റെ സ്വകാര്യ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു സ്വഭാവ നടിയും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഒരു സന്ധ്യയോടടുത്ത സമയത്ത് ഈ ചേച്ചി നടിയുടെ ചുറ്റും ഞാനടക്കം ഇരിക്കുകയാണ്. അകത്ത് ലൈറ്റപ്പ് നടക്കുകയാണ്. അപ്പോൾ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ചേച്ചി ഇരുന്ന് കുറേ വാചകങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുക. ചേച്ചി പറയുന്ന സിനിമാ ഗോസിപ്പുകളും ഇക്കിളി കഥകളും കേട്ടിരിക്കുമ്പോൾ അന്നത്തെ വർക്ക് കഴിഞ്ഞ ഈ സ്വഭാവ നടൻ എണ്ണ കൊണ്ട് മുഖം തുറച്ചുകൊണ്ട് ഒരു വഷളം ചിരിയോടെ നടന്നു വന്നു. ചേച്ചി അത് മൈൻഡ് ചെയ്യാതെ കഥ തുടരുകയാണ്. ഇവർക്കിട്ടൊരു പണി കൊടുക്കണം പരസ്യമായിട്ടെന്ന് സ്വഭാവം നടന്ന് തോന്നിക്കാണും. വരുന്നോടി, ഇന്ന് നമുക്ക് കൂടാം. നല്ല സ്വയംഭര ഒരു കുപ്പി റൂമിൽ ബാക്കിയുണ്ട്. അതും കഴിച്ച് നല്ല ഭക്ഷണവും കഴിച്ച് നേരം വെളുക്കും വരെ കഥയും പറഞ്ഞ് നമുക്കങ്ങ് കൂടാം. എന്നിട്ട് കൂട്ടത്തിൽ വഷളനായ ഒരു ചിരിയും ചിരിച്ചു. അതിൻ്റെ അർത്ഥം ഞാൻ പറയണ്ടല്ലോ. ചിരി പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ നടിയുടെ മറുപടി വന്നു, അതിന് നിന്റെ അമ്മയെ വിളിച്ചോണ്ട് പോടാ നാറി. ഒരു മടിയുമില്ല, പരസ്യമായിട്ടാ പറഞ്ഞത്. അതിന് നിന്റെ അമ്മയെ വിളിച്ചോണ്ട് പോടാ നാറി എന്ന് പറഞ്ഞു. നീ വലിയ ശീലാവധി ചമയണ്ടടി, നിന്നെ ആർക്ക് അറിഞ്ഞുകൂടാത്തത് എന്നായി നടൻ്റെ മറുപടി. എന്നാൽ എനിക്കിഷ്ടമുള്ളവരുടെ ഒപ്പം ഒക്കെ കിടക്കും. ഇവിടെ എച്ചിൽ പാത്രം കഴിയുന്ന പയ്യനോട് എനിക്കിഷ്ടം തോന്നിയാൽ, അവനിഷ്ടമാണെങ്കിൽ ഞാൻ അവൻ്റെ ഒപ്പം കിടക്കും. പക്ഷേ മനസ്സിൽ കുഷ്ടം പിടിച്ച നിന്റെ കൂടെ ഞാൻ വളർത്തുന്ന എൻ്റെ പട്ടി പോലും വരില്ലടാ എന്നായി നടി. അവിടെ ഇരിക്കുന്നവരുടെ മുന്നിൽ നടൻ അപഹാസ്യനായി നന്നായി ചമ്മി. പ്രത്യേകിച്ച് ഞാൻ കേൾക്കുന്നതുകൊണ്ട് ഒന്നും പറയാതെ ഈ സ്വഭാവ നടൻ കാർ കയറിങ്ങ് ഈ സ്വഭാവ നടൻ ഈ അടുത്തടുത്ത് മരിച്ചുപോയി. നടി ഇപ്പോഴും എറണാകുളത്ത് ജീവിക്കുന്നുണ്ട്. എനിക്കന്ന് ആ നടി. അപ്പോൾ ആരാണ് ആ ഒരാൾ? ഈ പറയുന്ന സ്വഭാവ നടൻ ആരാണ്? സ്വഭാവ നടൻ മാത്രമല്ല കേട്ടോ, തൽപര കക്ഷികളെല്ലാം തമ്പടിച്ചിരുന്ന ഒരു ലോഡ്ജിൻ്റെ കഥയാണ് പറയുന്നത്. സിനിമയുടെ മുൻനിരയിൽ പലരും മിന്നിത്തിളങ്ങി നിൽക്കും. അവരെ പിന്നാമ്പുറം ചകഞ്ഞു പോയാൽ അങ്ങനെ പോകേണ്ട കാര്യം നമുക്കില്ല. അവരുടെ ആക്ടിങ് നമ്മൾ കാണുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് മൊത്തം മറ്റേ ഇല്ല പടത്തിനകത്ത് സലീംകുമാർ പറയുന്ന ഡയലോഗ് പോലെ ആണെന്നോടെ. എന്തൊക്കെയായാലും പഴയ കാലമായാലും പുതിയ കാലമായാലും സിനിമയിൽ മാറാതെ ഇരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഡാഷ് 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 3 എണ്ണമാണ് സിനിമ. എന്തായാലും കൊള്ളാം. ഇവരൊക്കെയാണ് എന്നിട്ട് സാംസ്കാരിക നായകന്മാരായി, സൽഗുണ സമ്പന്നന്മാരായി ഈ പറയുന്നത് പോലെ നമുക്ക് മുമ്പിൽ വന്ന് ആദരവോടെ അഭിനയിക്കുമ്പം നമ്മളെല്ലാവരും അവരെ ബഹുമാനിക്കുന്നു, അവരൊക്കെ വേണ്ടി ആർപ്പ് വിളിക്കുന്നു, കൈയടിക്കുന്നു. എന്നാൽ അവരുടെയൊക്കെ ക്യാമറ ഓഫ് ചെയ്ത് രാത്രി ആയി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കുണം കണ്ടു കഴിഞ്ഞാൽ തലയിൽ കൂടെ തുണിയിട്ടുകൊണ്ട് ഓടേണ്ട അവസ്ഥയാണ്. പൊന്നമ്മച്ചി എന്തായാലും കൊള്ളാടേ. ഇതൊക്കെ എന്തായാലും പറയാൻ എങ്ങനെയെങ്കിലും ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്തായിരുന്നാലും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് പറ്റുന്നവരൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അത് മാത്രമല്ല നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വേറെ ഒരു ടോപ്പിക്കുമായി ഏതെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. മാക്സിമം സപ്പോർട്ട് ചെയ്യണം. താങ്ക്